പാസ്വേഡ് സെക്യൂർ ആണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം. നമ്മളെല്ലാ ആൾക്കാരും പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇതുള്ള പല അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ എല്ലാ അക്കൗണ്ടിനും നമ്മൾ ഒരേ പാസ്വേഡ് ആയിരിക്കും ചില ആളുകളെങ്കിലും കൊടുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരേ പാസ്വേഡ് പല അക്കൗണ്ടുകൾക്കും ലോഗിൻ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഇനി കൊടുക്കുന്ന പാസ്വേഡുകൾ എങ്ങനെയാണ് നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും 4 അക്കമുള്ളൊരു പാസ്വേഡ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് വേൾഡ് ഏറ്റവും മോസ്റ്റ് സെക്യൂർ ഉള്ള പാസ്വേഡ് 1 2 3 4 ഈ ഒരു പാസ്വേഡ് ആയിരുന്നു നമ്മൾ കുറേ നാൾക്ക് മുന്നേ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചില ആളുകൾ കുറച്ചും കൂടി ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരുടെ സ്വന്തം മൊബൈൽ നമ്പറിന്റെ ആദ്യത്തെ 4 നമ്പറോ അവസാനത്തെ 4 നമ്പറോ യൂസ് ചെയ്തിട്ടാണ് പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് അധികം നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ. ഇതിന് പകരം നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന 4 അക്കമുള്ള പാസ്വേഡ് 1 2 3 4 എന്നായിരുന്നെങ്കിൽ ഇനി മുതൽ ഇപ്പോൾ 1 2 3 4 ABCD ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാസ്വേഡിനകത്ത് ചെറിയൊരു മാറ്റം കൂടി വന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്വേഡിനൊപ്പം എ മുതൽ സെഡ് വരെയുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സിനകത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാസ്വേഡിനകത്ത് വീണ്ടും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷെ ഈ ഒരു പാസ്വേഡ് നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് അല്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൂടി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇനി മുതൽ പാസ്വേഡുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് @_, അതുപോലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൂടി നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ നമ്മുടെ പാസ്വേഡ് വരുന്നത് 0 to 9 വരെയുള്ള നമ്പേഴ്സും എ മുതൽ സെഡ് വരെയുള്ള സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും അതുകൂടാതെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അടങ്ങിയതാണ് നമ്മുടെ പാസ്വേഡ്. ഇത്തരത്തിലുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് അത് ഓർത്തു വെക്കാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഫാരി, ക്രോം, മോസില്ല തുടങ്ങിയ ബ്രൗസറുകൾ നമുക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് തരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് പാസ്വേഡ് ജനറേറ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ഇതുപോലത്തെ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് തരും. ഈ ഒരു പാസ്വേഡ് 12 മുതൽ 16 അക്കങ്ങൾ വരെയുള്ള പാസ്വേഡുകളായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്ത പാസ്വേഡുകളോ ബ്രൗസർ ജനറേറ്റ് ചെയ്ത് തരുന്ന പാസ്വേഡുകളോ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബ്രൗസറിന്റെ ഉള്ളിൽ തന്നെ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു മെനു കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഈ പാസ്വേഡുകളെല്ലാം സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. പാസ്വേഡുകൾ ബ്രൗസറിൽ സേവ് ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് മാനേജർ ഉപയോഗിച്ച് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു പാസ്വേഡ് മാനേജർ മേടിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ PC-യിലോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡുകൾ വളരെ സെക്യൂർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ ആപ്പിൾ ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു പാസ്വേഡ് മാനേജർ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. കാരണം നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐഫോണിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റിംഗ്സിൽ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. ഇതിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന പാസ്വേഡുകൾ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ ഒരു പാസ്വേഡുകൾ നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഐഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളിലും ഈ ഒരു പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പാസ്വേഡ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അത് ഓട്ടോമാറ്റിക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫീച്ചർ അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിന്റെ പാസ്വേഡ് നിങ്ങൾ ആപ്പിളിന്റെ പാസ്വേഡ് മാനേജറിൽ നിങ്ങൾ സേവ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങൾ PC-യിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പാസ്വേഡ് നോക്കി ടൈപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് iCloud ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആപ്പിളിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പിളിന്റെ iCloud ഡ്രൈവിന്റെ ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ PC-യിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന പാസ്വേഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് സിങ്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാസ്വേഡ് ഹൈലി സെക്യൂർ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഡിഫറെൻറ്റ് ടൈപ്പ് പാസ്വേഡുകൾ ഉപയോഗിക്കുക. നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ ഉപയോഗിച്ച പാസ്വേഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വേറൊരു വെബ്സൈറ്റിൽ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുക. ഇതുകൂടാതെ ഉള്ള മറ്റൊരു ഫീച്ചറാണ് 2 സ്റ്റെപ്പ് ഓതന്റിക്കേഷൻ. അത് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. പുതിയൊരു ഡിവൈസിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു OTP നിങ്ങളുടെ മൊബൈലിലോട്ട് വരികയോ അല്ലെങ്കിൽ ജിമെയിലോട്ട് വരികയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓതന്റിക്കേറ്റർ ആപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യാനോ പറയും. അപ്പോൾ എല്ലാ ആളുകളും ഇത്തരം രീതിയിൽ നിങ്ങളുടെ പാസ്വേഡ് സെക്യൂർ ആയിട്ട് തന്നെ സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.